നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുവാണ്. അപ്പം ഇന്ന് തൊട്ട് മുടങ്ങാതെ നമ്മളെ ജിം വീഡിയോസും കാര്യങ്ങളെല്ലാം ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ബിആർ മാച്ച് പോയി നോക്കാം. അപ്പം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഗെയിം പ്ലേ ആണ്. എന്തായാലും നമുക്ക് ബിആർ പോയി നോക്കാം. നമ്മൾ ഫുൾ സ്കോഡില്ല, ഞാൻ ഡാർക്ക് ഈഗിളാണുള്ളത്. എന്തായാലും നമുക്ക് മില്ലിലോട്ട് പോകാം. നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് മില്ല്. എന്തായാലും നോക്കാം. കൂടുതലുള്ള 2 ഭായിമാരാണ്. അവർ നേരെ മാറി പീക്കിലോട്ടാണ്ട് പോയിട്ടുണ്ട്. നമുക്ക് നേരെ മില്ലിൽ തന്നെ ഇറങ്ങാം. കൂടെ റൈറ്റ് സൈഡിലായിട്ടൊരു എനിമി കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആ എനിമിനെ നോക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മളിതിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ല ഗൺസും കാര്യങ്ങളൊക്കെ ആദ്യം എടുക്കാം. UMP MP5 കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ, ആ എനിമി ഇതുകൊണ്ട് കാർ പൊടിച്ചിനകത്തുണ്ട്. ഓക്കെ, നമുക്ക് ആ ക്യാരക്ടർ ഓൺ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇതിനകത്ത് കാണാം. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ടൈം നമ്മൾ ആ എനിമി അടിച്ചിരിക്കുന്നു. ഓക്കെ, ആ നോക്കായിരിക്കുന്നു. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്യാം. എന്തായാലും എൻ്റെ ടീംമേറ്റ് ആരെങ്കിലും കാണുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ഓക്കെ, M4 ആക്കിയിട്ടുണ്ട്. M4 UMP ആണ് കയ്യിലിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സൂപ്പർമാർക്കുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം കിട്ടുന്നതായിരിക്കും. ഇനി എന്തായാലും നമുക്ക് ബാക്ക് ടു ഗെയിം. ഓക്കെ, നമുക്ക് ഏകദേശം ലൂട്ടുകളൊക്കെ ആയിട്ടുണ്ട്. ഇല്ലൊന്നും പഴയ കണക്കല്ല, ലൂട്ടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്തായാലും നമ്മുടെ ടീമിൻ്റെ ഡാർക്ക് ഈഗിളാണ്ട് ലൂട്ട് എടുക്കാൻ വേണ്ടി ഇതിനകത്ത് കയറി പോകുന്നുണ്ട്. എന്ത് മേലോട്ട് പോകണം. പുള്ളിക്കാരി എൻ്റെ ഫുട്ബോളിനാണ് മേളിൽ കയറി നിന്ന് പോവുകയാണ്. എൻ്റെ പോകണം എന്തോ മേലോട്ട്. ഇപ്പം മേളിൽ നിന്നൊരു എനിമി അടിച്ച് കഴിഞ്ഞാൽ നേരെ നോക്കിയാൽ താഴെ വീഴുന്നതായിരിക്കും. എന്തായാലും ഓക്കെ, നമുക്ക് ലൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ എടുക്കാം. ഓക്കെ, വിക്കറ്റുണ്ട്, സൂപ്പർ മട്ടുണ്ട്. ഓക്കെ, നമുക്ക് 1-2 കോയിൻസും കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ കളക്ട് ചെയ്ത് വയ്ക്കാം. കാരണം കോയിൻ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന കാര്യമാണ്. കാരണം എപ്പോഴാണ് ഇവിടെ നിന്നാണ് ഒരു അടിയിട്ട് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും കോയിൻസും കാര്യങ്ങളെല്ലാം ബാക്കിയെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ലോകത്ത് ബാഗെല്ലാം നമ്മളെല്ലാം ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെസ്റ്റും ഹെൽമെറ്റും വേണം. അതുകൊണ്ട് നമുക്ക് വെൻഡിങ് മെഷീനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. കാരണം ഇവിടെ ഒന്നും വേറൊന്നും കാണുന്നില്ല. മില്ലൊക്കെ വളരെ ലൂട്ട് കുറവാണ്. ഇപ്പോൾ ഫസ്റ്റ് ഗെയിം പ്ലേ ആയതുകൊണ്ടാണ് മില്ലിൽ തന്നെ ഇറങ്ങാമെന്ന് വെച്ചാൽ എൻ്റെ ഭാടി പോയി. വെൻഡിങ് മെഷീനിൽ വന്ന് ലൂട്ടെടുക്കാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിട്ട് അവിടെ കിടന്നു. ഓക്കെ, നമ്മൾ ഗണ്ണ് സ്വിച്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മൾ MP40 എടുത്തിട്ടുണ്ട്. നമുക്ക് MP40യും AK ആണ് കൂടുതൽ പ്രിഫറൻസ്. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് അതാണ്. ഈ 2 ഗൺസാണ് BRനകത്ത് കളിക്കുമ്പോഴത്തേക്ക്. എന്തായാലും നമുക്ക് സ്കോപ്പും ജസ്റ്റും ഹെൽമെറ്റും എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കൊല്ലാനുള്ള ആളെ തപ്പിപ്പോവാം. ഈ ഗൈസ് മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക. ഓക്കെ, ഇനിയിപ്പം ഇറങ്ങി നോക്കാം. എന്തായാലും താഴെ എവിടെയെങ്കിലും ഇനിമി കാണാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ടീംമേറ്റ്സ് ആരും കൂടെ ഇല്ല. ആർക്കെങ്കിലും പുറക്കെ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിലൊരു ഹിറ്റ് വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, നമ്മൾ ഗ്ലോ ഇട്ടിരിക്കും. ഓക്കെ, നമുക്ക് സൂപ്പർ കൊണ്ടിട്ട് അടിക്കാം. നിൽക്കുന്ന മരത്തിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് ഓടുന്നുണ്ട്. ഓക്കെ, അവൻ ആ ബോക്സിൻ്റെ ബാക്കിൽ കവർ എടുക്കാനുള്ള സമയം. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറി ചാർജ് ചെയ്യാം. നമ്മളെന്തായാലും ക്യാരക്ടർ ഓണാക്കിയിട്ടുണ്ട്. കാരണം ഈ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റണ്ണിങ് ടൈമിൽ നമുക്ക് നല്ല സ്പീഡ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആൾ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് അവൻ്റെ റീലോഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവൻ റീലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഷോട്ട് കിട്ടിയില്ല. ഓക്കെ, നമ്മൾ നേരെ കുത്തിപ്പിടിച്ചു. ഓക്കെ, നമ്മുടെ ടീമിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നോക്കായി ആൾ. ഓക്കെ, ഇവൻ്റെ ടീമേറ്റ് ഇവിടെ എവിടെയും കാണും. എന്തായാലും വൈപ്പായിട്ടില്ല ടീം. എന്തായാലും ആൾ നോക്കായാണ് കിടന്നത്. എന്തായാലും ഇവിടെ എവിടെയും കാണും ടീമേറ്റ്. ഓക്കെ, നമ്മൾ ലൂട്ട്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് നേരെ റിവർ സൈഡിലോട്ട് പോകാം. റിവർ സൈഡിൽ എനിമി കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് റിവൈവ് പോയിൻ്റ് ഇവിടെ ഉണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ നമുക്ക് ഷിപ്പ്യാർഡിൽ നിന്ന് വരുന്നവരും അതേ കണക്ക് തന്നെ മില്ലിൽ നിന്ന് കയറി വരുന്നവരും ഒരേ കണക്ക് കയറി ജോയിൻ ആവുന്ന സ്പോട്ടാണ് റിവർ സൈഡ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു എനിമി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരെ കുത്തിപ്പിടിച്ചു. അവനെ നോക്കായിട്ടുണ്ട്. പിന്നെ ടീമേറ്റ് ഇവിടെ കാണാൻ ഒരു വെഹിക്കിളിൻ്റെ മാർക്കാണ് നമുക്ക് ആദ്യം കാണിച്ചാൽ. ഇപ്പം വെഹിക്കിളിലല്ല വന്നത്.
ഇവിടെ എവിടെ ഒരു വെഹിക്കിളിൻ്റെ മാർക്ക് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അവനെ നോക്കാം. നമ്മൾ ക്യാരക്ടർ ഓൺ ചെയ്തു. അതാണ്ട് റൈറ്റ് കൂടെ ഒരാൾ വന്നു. ഓക്കെ, നമ്മൾ അടിച്ചു. ഓക്കെ, അവനെയും കിട്ടി. ഓക്കെ, നമുക്ക് തന്നെ ഫിനിഷ് ചെയ്തേക്കാം. ഓക്കെ ഇനി ഇപ്പോൾ നമുക്ക് 32 അലൈവാണ്. ഓൾറെഡി 4 കില്ലായിട്ടുണ്ട്. നമുക്ക് മാക്സിമം കില്ല് ഈ ഗെയിം പ്ലേയിൽ എടുക്കണം. മാക്സിമം കില്ല് എടുക്കുക. ബുയ്യ അടിക്കാൻ പറ്റിയാൽ ബുയ്യ അടിക്കുക. അത് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഗെയിം കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ്, നമ്മൾ തുടക്കമാണ്. ഓക്കെ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന സപ്പോർട്ട് അനുസരിച്ചാണ് നമുക്ക് ബാക്കി വീഡിയോസ് ചെയ്യാൻ പറ്റുക. ഇനി കണ്ടുപിടിക്കുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക. ഓക്കെ, നമ്മൾ ടീമേറ്റ് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോഴത്തേക്ക് നമുക്ക് മേലെ നിന്ന് ഷോട്ട് ഇട്ടിട്ടുണ്ട്. വന്നുകൊണ്ട് മഴത്തിന് ഇടുന്നുണ്ട്. വീടിനകത്തോട്ട് പോകാനുള്ള ശ്രമമാണ്. എന്തായാലും നമുക്ക് അവനെ കൂടെ കയറി നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറണം. കാരണം റൈറ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ കോർണറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഹിറ്റ് കിട്ടും. റണ്ണിങ് ആയതുകൊണ്ട് അവന് അഡ്വാൻറ്റേജ് അവനായിരിക്കും കൂടുതൽ. ഓക്കെ, ആളെ ഇവിടെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്കത് വീടിനകത്തായിരിക്കും. അതെ വീടിനകത്തുണ്ട്. എനിക്ക് ഫുഡ് സ്റ്റെപ്പ് അടിക്കുന്നുണ്ട്. ഓക്കെ, അവൻ മേലുണ്ട്. ഓക്കെ, ഗ്ലോവാൾ ഇട്ടു. ഓക്കെ ഷെറ്റ്, നമുക്ക് എന്തായാലും ഗ്ലോയിങ് നമുക്ക് പൊടിക്കാം. എത്ര സമയം മേളിൽ നിൽക്കുമെന്ന് അറിയണമല്ലോ. എന്തായാലും ഒരാൾ ഒറ്റയ്ക്കേ ഉള്ളതെന്നാണ് തോന്നുന്നത്. നമ്മൾ എന്തായാലും ഗ്ലോ പിടിച്ച് നമ്മൾ അകത്തോട്ട് കയറി നമ്മൾ ക്യാരക്ടർ ഓൺ ചെയ്ത് തലയൊക്കെ ഇട്ട് നമ്മൾ ഇവിടെ ആളെ കാണുന്നില്ല. ഞാൻ നേരതായിട്ട് ചാടി. ഓക്കെ, നമ്മളപ്പം നമ്മുടെ ടീമേറ്റ് ഡാർക്കികൾ മേളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ് എനിമീന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എനിവേ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലെവിടെയാണ് റൈറ്റിലൊരു ഡോട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. റൈറ്റ് സൈഡിൽ അങ്ങോട്ട് ഓടിയെന്നാണ് തോന്നുന്നത്. ഇല്ല, ലോൺ ഓടിയില്ല, ലോൺ എടുത്തിട്ടുണ്ട്. അവനൊക്കെ അവൻ്റെ ടീമേറ്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം ഇപ്പം തീരും. എന്തായാലും നമ്മളെ ടീമേറ്റ് അടുത്തുണ്ട്. ഡാർക്കുകൾ വരുന്നുണ്ട്. ഫാസ്റ്റ്. ഓക്കെ, ഡാർക്കുകൾ ഓടി വരുന്നുണ്ട്. ഓക്കെ വന്നു. നമ്മൾ റിവൈവ് ചെയ്യുന്നു. നമ്മൾ റിവൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവനെ ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇല്ല, അവൻ ഓൾറെഡി അവൻ കിട്ടിയാണ്. അവൻ ഉറപ്പായിരുന്നു നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു. എന്തായാലും ഓക്കെ. നമ്മൾ സൂപ്പർ മിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് മാക്സിമം സോണിൽ നിൽക്കുന്ന കയറി കളിക്കാം. അതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ സോണിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ സോൺ ഡാമേജ് അടിക്കുക. ആ സമയത്ത് ഏതെങ്കിലും എനിമീസിൻ്റെ ഹിറ്റ് വന്നതിന് ആ ഹൈറ്റ് നമുക്കടിക്കും. ഇനി എന്തായാലും ഇവിടെ നിന്ന് വേറെ എനിമീനെ കാണാൻ ചാൻസസ് ഇല്ല. ഇവിടെ എല്ലാം നമ്മൾ ഓപ്പണിൽ കിടന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്ന് വേറെ എനിമിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും വെൻറ്റ് മെഷീൻ എടുത്തോണ്ട് പോകാം. കാരണം M4 ലെവൽ 2 ആണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് ഷിപ്പും കൂടെ മേടിച്ച് ലെവൽ 3 ആക്കാം. ഇങ്ങോട്ടേ പോകുന്നതൊക്കെ ഏതെങ്കിലും ഡ്രോപ്പ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പോടെ ലൂട്ട് ചെയ്തിട്ട് ഗണ്ണൊന്ന് സ്റ്റിച്ച് ചെയ്യാം. കാരണം M4 ആണിത്. പക്ഷേ മേ ബി ഒരു ഇത്തിരി പവർ ഡ്രോപ്പ് ഉണ്ട്. നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി പവർ ഡ്രോപ്പ് ഉണ്ട്. അതെനിക്ക് തന്നെ എനിമി റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എയിം ലോക്ക് ആവത്തില്ല. എയിം സ്കിപ്പായി പോകും. എന്തായാലും ഓക്കെ, നമ്മൾ ഗണ്ണ് എന്തായാലും ലെവൽ 3 ചിപ്പ് ഇട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഷിപ്പ് ഇടുന്നാലും വരാൻ ചാൻസ് ഇല്ല. കാരണം മാക്സിമം സോണോടെ കയറി. എന്തായാലും നമുക്ക് മേലോട്ട് കയറാൻ ഒരു എയർ ഡ്രോപ്പ് അവിടെ കിടപ്പുണ്ട്. നമുക്കത് കിട്ടുമോ നോക്കാം. മെയിനായിട്ട് ഒറ്റയ്ക്ക് എയർ ഡ്രോപ്പ് എടുക്കാമെന്ന് വളരെ റിസ്ക്കാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് റിസ്ക് എടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു എയർ ഡ്രോപ്പ് ലെഫ്റ്റ് സൈഡിൽ ഒരു എനിമി പറന്നിറങ്ങുന്നുണ്ട്. നമുക്ക് അവനെ കില്ല് ചെയ്യാൻ പറ്റും നോക്കാം. ഇല്ല, അവൻ നേരെ ബ്ലൈൻഡ് സ്പോട്ടായി പോയി. താഴോട്ട് ഓടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ ക്യാരക്ടർ ഓൺ ചെയ്ത് പോവാം. കാരണം ഫ്രീ ഫയറിനകത്ത് ഞാൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ BRനകത്ത് ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നുന്ന ഈ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ പറയുന്ന കണക്ക് നമുക്ക് ക്യാരക്ടർ എത്ര ആക്ടേഴ്സ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന കണക്ക് ഓപ്പോസിറ്റ് വരുന്ന എനിമിയുടെ കഴിവ് കണക്കിരിക്കും. നല്ല കഴിവുള്ള പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് ഒറ്റ അടിക്ക് നമ്മൾ വീഴും. അത് വേറൊരു കാര്യം. പിന്നെ മാക്സിമം നമ്മൾ വീഴാതെ കളിക്കുക. ഇപ്പോൾ കണക്ക് നമ്മളെ കളി കളിക്കുക, അത്രയേ ഉള്ളൂ. വീണാലും ഈ പറയുന്ന കണക്ക് കില്ല് കംപ്ലീറ്റ് ആയാലും നമുക്ക് കുഴപ്പമില്ല. നമ്മളെ കളി കളിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ ഡ്രോപ്പ് ഒന്ന് ലൂട്ട് ചെയ്യാൻ നോക്കാം. എന്താണ് ഡ്രോപ്പിൽ നടത്തില്ല. ഈ ഭായിമാർ സമ്മതിക്കത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സോട് കളിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ വന്നിട്ടുള്ളൂ. പിന്നെ എന്തായാലും അവരെ റിവൈവ് ചെയ്തതിന് നന്ദി ഞാൻ തോന്നുന്നു. എന്തായാലും കൂടെ നിന്ന് കളിക്കുന്നു. സാധാരണ നമുക്ക് ആ ഒരു സപ്പോർട്ട് വളരെ റയറാണ്, പ്രത്യേകിച്ച് BR സീരീസിനകത്ത്. പിന്നെ ചെറിയ സർക്കിൾ മാപ്പ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കൂടെ നിന്ന് കളിക്കും. BRനകത്ത് പക്ഷേ നമുക്ക് വളരെ റയറാണ്.
ടീം പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്മളെ കൂടെ നിന്ന് കളിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി എന്തായാലും അവിടെ ഡ്രോപ്പ് ഉണ്ട്, ഭായിമാരെടുക്കാൻ സമ്മതിക്കാതെ അവർ എടുക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, പോട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 24 അലൈവാണ് നമുക്കുള്ളത്. ഓൾറെഡി നമ്മളിപ്പോൾ 5 കില്ല് ആയിട്ടുണ്ട്. നമുക്ക് മാക്സിമം കില്ലടിക്കുക. അവനെ ഒന്നുകൂടെ പറയണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. BR ക്ലാഷ് കോഡ് CS എല്ലാത്തിനും നമ്മൾ ഗെയിം പ്ലേയും ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലൈവ് സ്ട്രീമും കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും തൊട്ട്. ഓക്കെ നമുക്ക് ലൂട്ട് അവിടെ തീർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്കൊരു വെഹിക്കിൾ വരുന്ന നമുക്കൊരു മാർക്ക് കാണിക്കുന്നുണ്ട്. ഡാർക്കിലിൻ്റെ മേലെ കയറി നോക്കുവാണ്, പക്ഷെ ആരും കാണിക്കുന്നില്ല. ലെഫ്റ്റ് സൈഡിലൊരു വെഹിക്കിൾ വരുന്നുണ്ട്, ഒരു മോൺസ്റ്റർ ട്രക്ക് വരുന്നുണ്ട്. അവൻ നേരെ വിട്ട് പോവുകയാണ്. എനിക്കൊന്നും ഒരാൾ മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. അവനെ അടിച്ചു ഇല്ല, നമുക്കവനെ കിട്ടിയിട്ടില്ല. അവൻ നേരെ താട്ടിറങ്ങിപ്പോയി. ഓക്കെ, അവനോട് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. നമ്മുടെ ടീമേറ്റിൽ നിന്ന് അടിക്കുന്നുണ്ട് അവനെ. എന്തായാലും നമുക്ക് ക്യാരക്ടറായിട്ടൊന്ന് കയറി നോക്കാം. നമുക്ക് ഈ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഇതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എനിമിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരക്ടർ എനേബിൾ ആക്കിക്കൊണ്ട് നമുക്ക് റൺ ചെയ്യാം. എത്രയും പെട്ടെന്നാണ് അവനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവനെ കുത്തിപ്പിടിച്ച്. ഓക്കെ, ടീം സപ്പോർട്ട് കൊണ്ടുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റി. ഓക്കെ, നമ്മൾ ഗ്ലോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടീംമേറ്റ്സ് റൈറ്റ് സൈഡിൽ എവിടെ നിന്ന് ആരും അടിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി 24 അലൈവാണുള്ളത്. ഓക്കെ, അവിടെ ലെഫ്റ്റ് സൈഡിൽ എടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ താഴെ ചാടുന്നുണ്ട്. ഓൾറെഡി സൗണ്ട് ഡാമേജ് ആണ്, ഒന്ന് തൊട്ടാൽ മതിയായിരിക്കും. തൊട്ട് നോക്കാം. ഓക്കെ അത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ കില്ലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ഹിറ്റ് നമുക്കൊന്ന് നല്ലൊരു ഹിറ്റാണ് അത്. ഓക്കെ, നമുക്ക് എന്തായാലും ഹീൽ ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മുടെ ടീം പ്ലേയേഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ നോക്കിക്കോളൂ. നമുക്ക് മാക്സിമം സോണിൽ നിന്ന് നമുക്ക് കയറി നിന്ന് കളിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം സോണിനകത്ത് നിന്ന് കഴിഞ്ഞാലേ നമുക്ക് പാടാം. ഇനി എന്തായാലും നമുക്ക് സോണിനകത്ത് നിന്ന് എത്രയും ബെറ്ററായിട്ട് കളിക്കാൻ പറ്റുന്ന ക്യാരക്ടറിൻ്റെ കോമ്പിനേഷൻ ഞാൻ എന്തായാലും ഉടനെ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് പേർക്ക് തപ്പിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരുപാട് തപ്പിയതാണ്. നമുക്ക് സോണിനകത്ത് നിന്ന് കളിക്കാൻ പറ്റും നല്ലൊരു ക്യാരക്ടർ കോമ്പിനേഷൻ. ഓക്കെ, ഒരു സാൻഡിനെ ഇറങ്ങി വരുന്നുണ്ട് മേളിൽ നിന്ന്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ട്. പാലത്തിൻ്റെ മേളിലൊരു എനിമിയുണ്ട്, നമുക്കെന്നെ നോക്കാം. ഓക്കെ, അവനെ ക്ലിയർ ആയി. ലെഫ്റ്റ് സൈഡിൽ വേറൊരു എനിമിയുണ്ട്. ഓക്കെ, അത് നമുക്ക് ഒറ്റ ഷോട്ട് തന്നെ നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവനെ ക്ലിയർ ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ നോക്കാൻ ബാക്കി ഇനി 13 അലൈവാണുള്ളത്. ഇവിടെ തന്നെ എന്തായാലും കാണാം. ഓക്കെ, നമ്മുടെ ടീം പ്ലേയേഴ്സ് 4 പേരും അലൈവ് തന്നെയാണ്, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് മാക്സിമം ബുയ്യ അടിക്കാൻ നോക്കണം. മാക്സിമം നമ്മൾ ബുയ്യ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഗ്ലോ ഉണ്ട്, ആ ഗ്ലോ ഒന്ന് പൊട്ടി നോക്കി. നീ അവനെ റിവൈവ് ചെയ്യാൻ വന്നതാണോ? അല്ല. ഓക്കെ, ആ കില്ലൂടെ നമുക്ക് കയറിയിട്ടുണ്ട്. 9 കില്ലായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പുറത്തോട്ട് ഇറങ്ങി നോക്കാം. ആരുമില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും നോക്കട്ടെ. നല്ലൊരു അടിയാണ് അടിച്ചിട്ട് താഴെ പോയത്. എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും വന്നല്ലേ പറ്റത്തുള്ളൂ. നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ നിന്ന് നോക്കാം. ഓക്കെ, ടീം പ്ലേസ് അവിടെ ആരൊക്കെ അടിക്കണം. ഓക്കെ, നമുക്ക് ബാക്കിൽ നിന്ന് ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ആ കോർണർ നിൽപ്പുണ്ട്. നമ്മുടെ ടീമേറ്റ് അടിക്കുന്നുണ്ട്. ടൈം നമുക്കൂടെ ഒന്ന് ഷോട്ട് കൊടുക്കാം. കിട്ടുന്നില്ല. അവൻ എയിം പോയിന്റിലല്ല, റൈറ്റ് സൈഡിൽ കൂടെ എനിമി ഇതുകൊണ്ട് അവർ പിടിച്ചെടുത്ത് അവൻ എന്നെ അടിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എനിമി ഒന്നുകൊണ്ടാണ് എനിക്ക് കോൾ ഇടാൻ പറ്റായിരുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും റിവൈവ് ആവുന്നുണ്ട്. ഓക്കെ, അവനവിടെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഹീൽ അടിക്കാതെ. ആദ്യം നമുക്ക് ഹീൽ ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാം. ഇവിടെ അവനെ നമ്മൾ ഇങ്ങോട്ട് വരുത്തിക്കണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഓക്കെ, ആളുകളുണ്ട്. ഓക്കെ, നമുക്ക് ക്യാരക്ടർ ഓഫ് ആക്കാം. ഓക്കെ, ആളുകളോട്ട് ഓടുവാണ്. ഓക്കെ, നമ്മുടെ 2 കൊണ്ടാണ് ആൾ ഓടുന്നത്. തിരിച്ച് ചാർജ് ചെയ്യാൻ നോക്കുന്നില്ല. ഓക്കെ, അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഓക്കെ, നമ്മൾ 4 പേര് പിന്നെ ഒരാൾ, 5 പേര്. ഇനി ഒറ്റ ആളാണ്. ഞാൻ തോക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്, തോംസൺ ആക്കിയിട്ടുണ്ട്. ഈ തോംസൻ്റെ സ്കിന്ന് നൈസാണ് കേട്ടോ. കാരണം എൻ്റെ ഓൾറെഡി തോംസൻ്റെ ഒരു ഈഗോ ഉണ്ട്, പക്ഷേ ഇത് നൈസാണ്, നൈസ് സ്കിന്നാണിത്. നമ്മൾ കാരണം ഈഗോ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം നമ്മൾ നല്ല രീതിയിൽ ഡയമണ്ട് പൊട്ടിച്ച് നമ്മളത് മാക്സ് ആക്കണം. എന്നാൽ മാത്രമേ ആ ഗണ്ണൂടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിനക്ക് നോർമൽ സ്കിൻസ് ഇല്ലാത്ത ഗണ്ണും കൊണ്ടൊന്നും നമ്മളെ പ്ലേയേഴ്സ് അടിച്ചിട്ട് പോകും. എന്തായാലും നമുക്ക് നോക്കാം ഇതിനുള്ള അവിടെ വന്ന്. ഓക്കെ, അതാണ് ഇവിടെ വേലിയെടുത്തുണ്ട്. ഓക്കെ, അവൻ്റെ ഷോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഡയറക്റ്റ് അടിക്കാം. ഹീലൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ് തന്നെ ഷോട്ട് വയ്ക്കും. ഓക്കെ, നമ്മൾ ഫിനിഷ് ആയി. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ. ഓക്കെ, താങ്ക് യു.